ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയാൽ വിരചിതമായ ഈ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാരായണീയം 14-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകത്തെയാണ് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നെ അതിൻ്റെ അർത്ഥത്തിലേക്കും തുടർന്ന് വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയം എന്ന നിഴൽ നാരായണീയത്തിലെ വരികളെ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുകയും ചെയ്യാം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. അസൗ കർദമ മനുനാ ഉപഹൃതാം തരുണീരത്നം ദേവഹൂതിം അവാപ്യ ഭവദർച്ചന നിർവൃത അപി ദൃഢശുശ്രൂഷണയാ തസ്യാം പ്രസാദം ദധൗ. അസൗ കർദമ, ഈ കർദമൻ, മനുനാ ഉപഹൃതാം, മനു ആദരവോടെ കൊണ്ടുവന്ന തരുണീരത്നം ദേവഹൂതിം അവാപ്യ, തരുണീരത്നമായിരിക്കുന്ന, സ്ത്രീരത്നമായിരിക്കുന്ന, സതീരത്നമായിരിക്കുന്ന
ആ ദേവഹൂതിയെ ലഭിച്ചിട്ട് ഭവദർച്ചന നിർവൃത അപി, അവിടുത്തെ ഭജനം കൊണ്ട്, അവിടുത്തെ അർച്ചന കൊണ്ട് സംതൃപ്തി വന്ന ആളാണ്. ഭവദർച്ചന നിർവൃത അപി, അങ്ങനെ ആ നിർവൃതി അനുഭവിച്ച ആളാണെങ്കിലും ദൃഢശുശ്രൂഷണയാ തസ്യാം പ്രസാദം ദധൗ, അവ്യാജമായ ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത നിഷ്കളങ്കമായ ശുശ്രൂഷ ചെയ്ത അവളിൽ പ്രസന്നനായി തീർന്നു കർദമ പ്രജാപതി എന്നാണ്. ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ടാണ് ഭർത്താവിൻ്റെ പ്രീതി അല്ലെങ്കിൽ ഇഷ്ടം നേടിയെടുക്കേണ്ടത് എന്ന് കാണിക്കുന്നു. ശ്രീമദ് ഭാഗവതം ഈ സന്ദർഭത്തിൽ പറയുക, ആ ദേവഹൂതി പതിമിംഗിത കോവിദ ഭവാനീവ ഭവം പ്രഭും. ഭവാനി പാർവതീദേവി എങ്ങനെയാണോ മഹാദേവനെ സന്തോഷിപ്പിക്കുന്നത് അതേപോലെ സന്തോഷിപ്പിച്ചു എന്നൊക്കെയാണ്. ഏതായാലും ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി നമുക്ക് ഭാഷാഗാനമായ നിഴൽ നാരായണീയമായ ശ്രീഹരിയവും പാടി സമർപ്പിക്കാം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. നാരായണ 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 കപിലമൂർത്തേ. വിഷ്ണുവിൻ്റെ ഭജനത്താൽ സംതൃപ്തനാം കർദമനോ വനിതാരത്നമായിടും ദേവഹൂതിയെ സ്വീകരിച്ചു അവളുടെ ഭക്തിഭാവപൂർണമായ ശുശ്രൂഷയാൽ ഏറെ പ്രസന്നനായി ഭവിച്ചു. നാരായണ 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 കപിലമൂർത്തേ. നാരായണ നാരായണ പാവനകീർത്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.